ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായാലും ടോൾ കമ്പനി നിയമം പാലിക്കുന്നില്ലെന്ന് പരാതി. ഒരു ട്രാക്കിൽ 5ലധികം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പാത തുറന്നുകൊടുക്കണമെന്ന കരാർ ടോൾ പ്ലാസ അധികൃതർ നിരന്തരം ലംഘിക്കുന്നുവെന്നാണ് ആരോപണം. സമാന്തര പാത അടച്ചുകെട്ടിയത് ഹൈക്കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യാനാണെന്നും ആക്ഷേപമുണ്ട്. ടോൾ പ്ലാസയിൽ ഒരു ട്രാക്കിൽ 5ലധികം വാഹനങ്ങളുണ്ടെങ്കിൽ തടസ്സം നീക്കി ഗതാഗതം സുഗമമാക്കണമെന്നാണ് വ്യവസ്ഥ. 1 കിലോമീറ്ററിലധികം വാഹനനിര നീണ്ടാലും ടോൾ പ്ലാസ തുറന്നുകൊടുക്കാൻ കമ്പനി തയ്യാറാകാറില്ല. അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും ഈ നിരയിൽ കുടുങ്ങുന്നത് പതിവാണ്. ഇത് നിയമലംഘനമാണെന്ന ആരോപണമാണ് വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. ഒരേ സമയം ഒരേ ട്രാക്കിൽ 5 വാഹനങ്ങളിൽ കൂടുതൽ വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അത് ഹൈവേ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ സമ്മതിക്കുന്നു. അതിൽ പറയുന്നു, the service time allowed is 15 seconds for manual or semi-automatic system with a queue length of not more than 5 vehicles at any point of time എന്ന് പറയുന്നു. ഒരേ സമയത്ത് 5 വാഹനങ്ങളിൽ കൂടുതൽ വരാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുകയാണ്. അവിടെ 60-70 വാഹനങ്ങൾ ഒരേ ട്രാക്കിൽ വന്ന് വലിയ ഗതാഗത കുരുക്കുണ്ടായി. ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായുള്ള പാത കെട്ടിയടച്ചത് നിയമലംഘനമാണെന്നും ആരോപണമുണ്ട്. സമാന്തര പാത അടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടെന്നാണ് ടോൾ കമ്പനിയുടെ അവകാശവാദം. എന്നാൽ സമാന്തരപാത അടയ്ക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ടെങ്കിൽ പാലിക്കാൻ മാത്രമാണ് 2012 ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് NHAയും ടോൾ കമ്പനിയും തമ്മിൽ കരാറില്ലെന്നും ഹൈക്കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്താണ് സമാന്തരപാത അടച്ചുപൂട്ടിയതെന്നുമാണ് ആരോപണം. ടോൾ പ്ലാസ വിഷയമേറ്റെടുത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രക്ഷോഭം ശക്തമാക്കാനും നീക്കമുണ്ട്. തൃശൂരിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.